ഡോക്ടർ ഷിജു ഖാൻ നോക്കൂ, നേരത്തെ തൗഫീഖ് രാജൻ ഈ പറയുന്ന വിഷയത്തിൽ അപ്പുറത്ത് ആരോപിക്കപ്പെടുന്ന അനേകം പേരുകളിൽ ഞാൻ ഒരു കാര്യം അതിനു മുമ്പ് തന്നെ പ്രേക്ഷകരുടെയും താങ്കളുടെയും മുമ്പാകെ വെക്കുന്നു. ഇന്ന് വന്ന മാധ്യമങ്ങളുടെ റിപ്പോർട്ടിങ്ങിനെയൊക്കെ താങ്കൾ നേരത്തെ വിമർശിച്ചു. മാധ്യമങ്ങൾ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്തത് എന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ട്. എന്താണ് അതിൻ്റെ വാർത്തകൾ? ഇങ്ങനെയാണ് പോയത്. ഇന്നലെ കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ ഒരു SFIക്കാരൻ്റെ മുറിയിൽ നിന്നും 10 ഗ്രാമിൽ താഴെ കഞ്ചാവ് പിടികൂടി. അതാണ് ഒരു വാർത്ത. മറ്റൊരു വാർത്ത, വേറൊരു വിദ്യാർത്ഥിയുടെ മുറിയിൽ നിന്നും 10 ഗ്രാമിൽ താഴെ കഞ്ചാവ്, വേറൊരു വിദ്യാർത്ഥിയുടെ മുറിയിൽ നിന്നും. നേരത്തെ ആദ്യം പറഞ്ഞത് SFIക്കാരൻ്റെ എന്നാണ്, ഇപ്പോൾ രണ്ടാമത് വന്നപ്പോൾ വേറൊരു വിദ്യാർത്ഥിയുടെ എന്നായി. അടുത്തത് മൂന്നാമത്തത്, വേറൊരു വിദ്യാർത്ഥിയുടെ മുറിയിൽ നിന്നും 1 കിലോ 900 ഗ്രാം കഞ്ചാവ് പിടികൂടി. ഏതാണ്ട് 2 കിലോഗ്രാം കഞ്ചാവ് പിടികൂടിയതിനെക്കുറിച്ച് വന്നിരിക്കുന്ന വാർത്ത ഒരു വിദ്യാർത്ഥിയുടെ മുറിയിൽ നിന്ന് എന്നാണ്, അല്ലാതെ അതൊരു സംഘടനയുടെ പേരവിടെ ഇല്ല. ഇന്ന് കഞ്ചാവ് സ്ഥിരമായി എത്തിച്ചു കൊടുത്തതിന് 2 പൂർവ്വ വിദ്യാർത്ഥികൾ അറസ്റ്റിൽ. ഇതാണ് വാർത്ത. 2 പൂർവ്വ വിദ്യാർത്ഥികൾ, അവിടെ ഈ സംഘടനയില്ല. അതിപ്പോൾ നേരത്തെ തൗഫീഖ് രാജൻ പറഞ്ഞത് ഡോക്ടർ ഷിജു ഖാൻ കേട്ടല്ലോ. ഈ ഷാലിഖ് എന്ന് പറയുന്ന 2022 സെം ഔട്ടായ ഒരു വിദ്യാർത്ഥി, അന്ന് KSUക്കാരനായിരുന്നു എന്നുള്ള ഒരു വിദ്യാർത്ഥിയാണ്. ഈ പറഞ്ഞ പേരുകളിലൊക്കെ ഒരു KSU ബന്ധമുള്ളത്. ബാക്കിയൊന്നും അങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയല്ലേ റിപ്പോർട്ട് ചെയ്യപ്പെടുക എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇവിടെ ഇന്നത്തെ പത്രങ്ങളെല്ലാം എൻ്റെ മുന്നിലും ഉണ്ട്. ഇതിൽ ഈ ലഹരി മാഫിയ, ലഹരി കച്ചവടം, ലഹരി കള്ളക്കടത്ത് തുടങ്ങിയിട്ടുള്ള സംഘങ്ങളുടെ രാഷ്ട്രീയ ബന്ധം നമ്മളൊന്ന് കണക്കുകൾ സഹിതം പരിശോധിച്ചാൽ, കഴിഞ്ഞ ഒരു 2 വർഷത്തെ കണക്ക് മാത്രം എടുത്ത് പരിശോധിച്ചാൽ അതിൽ 75% കേരളത്തിലെ വലതുപക്ഷ BJP കോൺഗ്രസ് ബന്ധമുള്ളവരാണെന്ന് സുവ്യക്തമാവും. ഇനി സ്വർണ്ണക്കടത്ത്, കള്ളക്കടത്ത് ഇടപാടുകൾ പരിശോധിച്ചാൽ അവരെ ഓരോരുത്തരെയും അടയാളപ്പെടുത്തി രാഷ്ട്രീയ ബന്ധം പരിശോധിച്ചാൽ അതിൽ 90% കോൺഗ്രസ് BJP ബന്ധമാണെന്ന് മറനീക്കി പുറത്തു വരും. പക്ഷേ ഇത്തരം സംഭവങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോൾ അങ്ങനെ രാഷ്ട്രീയ ബന്ധം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ ഒരു രാഷ്ട്രീയ വിഷയമാക്കി അല്ല പൊതുവിൽ ചർച്ച ചെയ്യുന്നത്. മീഡിയയും അങ്ങനെയല്ല ആ കാര്യത്തെ ചർച്ച ചെയ്യുന്നത്. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് എന്താ? ഇപ്പോൾ ഒരു കുറ്റകൃത്യം നടന്നാൽ അയാളുടെ പ്രായം മീഡിയ കണക്കിലെടുക്കും. അതിനുശേഷം കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇതെടുക്കും. അവരുടെ പ്രായം SFI പ്രായമാണോ, അയാൾ SFI ആണെന്ന് ആരോപിക്കും. ഇനി അയാളുടെ പ്രായം എടുക്കുമ്പോൾ DYFIയുടെ പ്രായത്തിൽ വിടുന്ന ആളാണോ, DYFI എന്ന പ്രായം എടുക്കും. ഒരല്പം കൂടി മുതിർന്നിട്ടുള്ള ആളാണോ, അയാളെ CITU എന്ന് മുദ്രകുത്തും. അങ്ങനെ ഏത് കുറ്റകൃത്യത്തിൻ്റെ ഭാഗമായി വരുന്നവരുടെയും പ്രായം കേരളത്തിലെ മീഡിയ ലിസ്റ്റ് ചെയ്യുകയാണ് ശ്രീലാൽ. അതിനുശേഷം തെറ്റായ വാർത്തകൾ, അവരുടെ എല്ലാം മുകളിൽ SFI, DYFI, CITU ബന്ധം ആരോപിക്കും, CPIM ബന്ധം ആരോപിക്കും. ഇതാണ് വലതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ്. ഇപ്പോൾ കളമശ്ശേരി പോളിടെക്നിക്കിലെ സംഭവം ഉണ്ടല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ 8 മണിയോടുകൂടി റെയ്ഡ് ആരംഭിക്കുന്നു. അതിനുശേഷം രാത്രി പിന്നെ റെയ്ഡ് ആരംഭിക്കുന്നു. രാവിലെ 8 മണിയോടുകൂടി ന്യൂസ് ചാനലുകൾ ഈ വിവരം പുറത്തുവിടുന്നു. ആദ്യ വാർത്തകളിൽ തന്നെ റെയ്ഡിൽ SFI നേതാവിനെ അറസ്റ്റ് ചെയ്തുവെന്ന് ബ്രേക്ക് ചെയ്യുന്നു. ആ ഓടി രക്ഷപ്പെട്ടവൻ്റെയോ 2 കിലോ കഞ്ചാവ് പിടിക്കപ്പെട്ടവൻ്റെയോ പിടിച്ച ആളുടെ ആ KSU രാഷ്ട്രീയം എത്ര ഭദ്രമായി നമ്മുടെ മീഡിയയും നമ്മുടെ ചാനൽ മുറികളിലെ പിന്നെ വാർത്താ ജഡ്ജിമാരും മറച്ചു വയ്ക്കുന്നു. ഇനി ഈ വാർത്തകൾ വന്നതിന് ശേഷം അടുത്ത മണിക്കൂറിനുള്ളിൽ ശ്രീ സതീശൻ, ശ്രീ സുധാകരൻ, VT ബൽറാം, അബിൻ വർക്കി, രാഹുൽ മാങ്കൂട്ടം ഉള്ളവരുടെ പ്രസ്താവന, ഫേസ്ബുക്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ, ഇതെല്ലാം SFIയെ എത്രയും പെട്ടെന്ന് തൂക്കിക്കൊല്ലണം, അതിനെ പിരിച്ചുവിടണം, ഇതായിരുന്നു ഇതുപോലുള്ള ആളുകളുടെ പ്രസ്താവനകൾ. ഉച്ച കഴിയുമ്പോൾ കാര്യങ്ങൾക്ക് വ്യക്തത വരികയാണ്. ക്യാമ്പസിലെ പ്രധാന കഞ്ചാവ് കച്ചവടക്കാരൻ KSU നേതാവാണെന്നും അയാളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തുവെന്നുമുള്ള വാർത്തകൾ ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ വരികയാണ്. അപ്പോൾ വൈകുന്നേരം KSU നേതാവിൻ്റെ പ്രസ്താവന, സ്റ്റേറ്റ് പ്രസിഡന്റിൻ്റെ പ്രസ്താവന, ഈ വിഷയത്തിൽ രാഷ്ട്രീയം കലർത്തരുത് എന്ന പ്രസ്താവന വരികയാണ്.
അപ്പോൾ അതിനുശേഷം നമ്മുടെ ചാനൽ അവതാരകന്മാരുടെ സമീപനം എന്താ പരിശോധിക്കണം. പ്രത്യേകിച്ചും ഒരു നിയമസഭാ ഇലക്ഷന് 1 വർഷവും 2 മാസവും മാത്രം അവശേഷിച്ചിരിക്കെ നമ്മുടെ ചാനൽ ജഡ്ജിമാർ അവരുടെ ഹോംവർക്ക് തുടങ്ങി. അപ്പോൾ ഈ വിഷയങ്ങൾ പുറത്തു വന്ന് രാത്രിയാകുമ്പോൾ എല്ലാവരും കുറ്റക്കാരാണ് എന്ന സമീപനത്തിലേക്ക് ചാനലുകൾ എത്തുകയാണ്. രാവിലെ മുതൽ SFIയുടെ മുകളിൽ ഈ ആക്ഷേപങ്ങൾ മുഴുവൻ നിരത്തി സ്വന്തമായ വാർത്തകൾ കെട്ടിച്ചമച്ച മീഡിയ വൈകുന്നേരം DVT ആണ്, വൈകുന്നേരം മാറി. പിന്നെ ഉപദേശ നിർദ്ദേശങ്ങളുടെ ഭാവനയിലേക്ക് മാറുകയാണ്. ഓൺലൈൻ ചാനൽ നിങ്ങൾ എടുക്കണം, 20 മുതൽ 30 വരെ വാർത്തകൾ എല്ലാ ഓൺലൈൻ ചാനലുകളും കൊടുത്തു. അവിടെ മുഴുവൻ SFIക്കെതിരായിട്ട് ഈ വാർത്തകൾ ഉണ്ടാക്കി. എവിടെ KSUവിനെ കുറിച്ച് പറയുമ്പോൾ വിദ്യാർത്ഥികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, റൂമിൽ ഉണ്ടായിരുന്നവർ, റൂമിൽ താമസിച്ചിരുന്നവർ, അങ്ങനെ ആർക്കും മനസ്സിലാകാത്ത വിധം വാർത്തകൾ ചമക്കുകയാണ്. SFI ആണെങ്കിൽ SFIയുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടായിരുന്നുവെങ്കിൽ SFIയുടെ മുകളിൽ ഈ ചാപ്പ കുത്തി കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ്. ഞാൻ പറയുന്നത് SFIയെയോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയോ ഇവർ വേട്ടയാടട്ടെ, ഇവർക്ക് അവരുടെ രീതിയാണ്. പക്ഷേ ജനങ്ങളെ, പബ്ലിക്കിനെ ഇവർ വിഡ്ഢികളാക്കുക. 2 കൊല്ലം മുമ്പ് മാത്രം KSU ആയിരുന്ന ഒരാൾ മാത്രമാണ് ഇതിനകത്തുള്ളത് എന്നാണ് ഇപ്പോൾ KSU കോൺഗ്രസ് നേതാവ് പറഞ്ഞത്. ഞാൻ പറയാം, തൗഫീഖ് രാജന് പിന്നെ ഞങ്ങൾ തമ്മിൽ പരിചയമില്ല. പക്ഷേ കേരളത്തിലെ KSUവിൻ്റെ നേതാക്കന്മാരെ, അതിൻ്റെ മുൻകാല നേതാക്കന്മാരെ വ്യക്തിപരമായി പരിചയമുള്ള ആളാണ് ഞാൻ. കേരളത്തിലെ പിന്നെ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ മുഴുവൻ ലഹരി മാഫിയയുമായി ബന്ധമുള്ള ആളാണെന്ന് എത്ര രാഷ്ട്രീയ നിലപാടിൽ രാഷ്ട്രീയ വിരോധമുണ്ടെങ്കിലും ഞാൻ ആക്ഷേപിക്കില്ല. KSU മുഴുവൻ ഈ കഞ്ചാവിന്റെ കേന്ദ്രമാണെന്ന് SFIയെ നിങ്ങൾ എത്ര മുദ്ര കുത്തിയാലും ഞാൻ എൻ്റെ സമീപനം, എൻ്റെ പ്രതികരണം അന്തസ്സുള്ള പ്രതികരണം. പക്ഷേ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ തൗഫീഖെ, നിങ്ങൾ ഇവിടെ പറഞ്ഞ ആകാശ്, ആകാശിനെ പിടിച്ചു, 2 കിലോ കഞ്ചാവ് പിടിച്ചു, അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തു. ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട KSU നേതാക്കന്മാരുമായി മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ അടക്കം ബന്ധപ്പെടുന്നതിൻ്റെ ചിത്രങ്ങൾ പുറത്തു വരുന്നു. ഇന്നലെ തൗഫീഖ് രാജനല്ലല്ലോ പറയേണ്ടത്, ആ ക്യാമ്പസിലെ KSU നേതാക്കന്മാർ പറഞ്ഞല്ലോ, അവരുടെ ബന്ധം പറഞ്ഞല്ലോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആർട്സ് ക്ലബ്ബ് സെക്രട്ടറിയായി മത്സരിച്ചിരുന്നു ആദിൽ എന്ന് പറഞ്ഞല്ലോ. ആകാശ് KSUവിൻ്റെ നേതാവാണെന്ന് പകൽ പോലെ വ്യക്തമാണല്ലോ. പിന്നെ ഇവിടെ മറ്റൊരു ഷാലിക്കിനെ കുറിച്ച് പറഞ്ഞു തൗഫീഖ് രാജൻ. എന്നിട്ട് എന്താ പറഞ്ഞത്? 2024 ശേഷം ഷാലിക്ക് ഏതെങ്കിലും ഒരു പരിപാടിയിൽ പങ്കെടുത്തതിൻ്റെ ദൃശ്യമുണ്ടോ എന്നാണ്. എല്ലാ ദൃശ്യങ്ങളും ഇവർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ലാലെ 2024 കഴിഞ്ഞ് 2025 മാർച്ച് മാസം 16 തീയതി എന്ന് പറഞ്ഞാൽ 2024 ഡിസംബർ കഴിഞ്ഞ് 3 മാസമായിട്ടില്ല. അപ്പോ അതിനു മുമ്പുള്ള ചിത്രങ്ങളെല്ലാം അതിനുശേഷം ഡിലീറ്റ് ചെയ്തു. അതിനുശേഷമുള്ളത്, അപ്പോൾ ഇത് കേൾക്കുന്നവർ വിചാരിക്കും 10 വർഷം കഴിഞ്ഞു. 2024 ഡിസംബർ 31 കഴിഞ്ഞ് ഇന്ന് മാർച്ച് മാസം 16 ആയിട്ടുള്ളൂ. എന്ത് ബന്ധമാണെന്ന് ചോദിക്കുക. ഞാൻ പറയാം തൗഫീഖ്, ഇതിനെ നിങ്ങൾ തള്ളിക്കളാ. ഞാൻ പറയുന്നത് ഇതിനെ തള്ളിക്കളയ്യ. നിങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞ പ്രസ്താവന, ശ്രീ VD സതീശൻ മാപ്പ് പറയണം കേരളത്തോട്. ശ്രീ രമേശ് ചെന്നിത്തല, ഞാൻ ബഹുമാനിക്കുന്ന രാഷ്ട്രീയ നേതാവാണ്, പക്ഷേ ശ്രീ രമേശ് ചെന്നിത്തല VD സതീശന്റെയും സുധാകരന്റെയും നിലവാരത്തിലേക്ക് പോയി SFIയെ പിരിച്ചുവിടണം. ശ്രീലാൽ, ഒരു കാര്യം കൂടി ഞാൻ പറയാം. KSUവിന്റെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ, ഇവർ മനസ്സിലാക്കണം, സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടിരിക്കുക. ആരാ? സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളെയും കൊണ്ട് നടക്കുന്നു എന്ന് പറയുന്ന കോൺഗ്രസ് യൂത്ത് ഫെസ്റ്റിവലിൽ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ ഗുരുതരമായ ആക്രമണം നടത്തി ജയിലിലടയ്ക്കപ്പെട്ട് തിരിച്ചിറങ്ങിയ KSUവിൻ്റെ നേതാവ് പിന്നെ ഗോകുൽ ഗുരുവായൂരും എറണാകുളത്തെ കുപ്രസിദ്ധ ഗുണ്ടയുമായി തോളോട് തോൾ ചേർന്നെന്ന് തോളിൽ കൈവച്ച് നിൽക്കുന്ന ചിത്രം ഇവർ പ്രദർശിപ്പിക്കുകയാണ്. അപ്പോൾ ഇവരെ സംഭവിച്ചത് അറിയാത്തതോ കേൾക്കാൻ തയ്യാറുണ്ടോ താങ്കൾ?
തൗഫീഖ് രാജൻ, ഒരു മിനിറ്റ് താങ്കൾ ഞാൻ ചോദിക്കുന്നത് കേൾക്കാൻ തയ്യാറുണ്ടോ? ഡോക്ടർ ലാൽ, ഞാൻ അങ്ങ് പറയുന്നത് കേൾക്കാം. അങ്ങ് ഞാൻ അത് പറയുന്നത് മാത്രം കേട്ടാൽ മതി. താങ്കൾ ഷിജു ഖാൻ പറയുന്നതും കേട്ടോളൂ, എന്നിട്ട് മറുപടി പറയേണ്ടത് താങ്കളുടെ ടേൺ വരുമ്പോഴാണ്. എൻ്റെ ചോദ്യം ചോദിക്കൽ ഒരുപക്ഷെ താങ്കൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. ഞാൻ ചിലപ്പോൾ നിങ്ങളുടെ പ്രസ്ഥാനത്തിനെതിരായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടാകാം. പക്ഷെ താങ്കൾക്ക് അതിനകത്ത് മറുപടി പറയാനുള്ള അവസരം ഞാൻ തരും. അപ്പോൾ താങ്കളത് പറയൂ. ഞാൻ എന്താണ് ചോദിക്കുന്നത് താങ്കൾ കേൾക്കൂ. ഞാൻ വളരെ താങ്കൾക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷയിലാണ് ഇത് ആളുകൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിലാകണമെന്ന് വിചാരിച്ചാണ് പറയുന്നത്. താങ്കൾ KSUവിൻ്റെ വളർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവാണ് എന്നുള്ളത് കൊണ്ട് താങ്കൾക്ക് ഞാനൊരു അവസരം ഇത് തരുന്നു, കേൾക്കൂ. ഇപ്പോൾ ഇവിടെ നമ്മൾ കേട്ടത് എന്താണ്? SFIയുമായി ബന്ധപ്പെട്ടാണ് മാധ്യമങ്ങൾ വാർത്ത കൊടുത്തുകൊണ്ടിരുന്നത്. KSUവിൻ്റെ പേര് മാധ്യമങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല. നിങ്ങൾക്കറിയാം, ഈ പറയുന്ന 3-4 വിദ്യാർത്ഥികൾ മാധ്യമങ്ങളോട് തങ്ങൾ KSU ആണെന്ന് അവർ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഷാലിക്ക് KSU ആണെന്ന് താങ്കളും പറഞ്ഞു കഴിഞ്ഞ മാസം വരെ. അപ്പോൾ അങ്ങനെയുള്ള ആ KSUക്കാരൻ ഇവരൊക്കെ ഇതിനകത്ത് പെടുമ്പോൾ KSU ഇതിനകത്തില്ല, SFIയെ പിരിച്ചുവിടണമെന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് ഒരല്പം കോമൺ സെൻസ് ഇല്ലേ? അവർ മനസ്സിലാക്കില്ലേ കാര്യങ്ങൾ? KSU ഒരു തരത്തിലും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ഈ കളമശ്ശേരി സംഭവത്തിൽ ഒരു ബന്ധവുമില്ലാത്ത, KSUവുമായി ബന്ധപ്പെട്ട ആരും അതിനകത്തില്ല എന്ന് നിങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ഡോക്ടർ ലാൽ, അങ്ങ് ഇടപെടരുത്. ഞാൻ പറഞ്ഞത് പൂർത്തിയാക്കിയ ശേഷം അങ്ങേക്ക് ഇടപെടാം. ഞാൻ അല്ല, അങ്ങനെയല്ല, ഞാൻ ഇടപെടും. താങ്കൾ അത് മനസ്സിലാക്കണം. ഇടയ്ക്ക് ബഹളം ഉണ്ടാക്കരുത്. കേൾക്കൂ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടപെടും. താങ്കൾ പറഞ്ഞോളൂ. അങ്ങ് ചോദിച്ചാൽ എനിക്കും അതിന് മറുപടി ചോദ്യം ചോദിച്ചിട്ട് അങ്ങ് ആദ്യം ചോദിച്ചു. എനിക്ക് സംസാരിക്കാൻ തന്നത് 20 സെക്കൻഡാണ്. അങ്ങ് എനിക്ക് സംസാരിക്കാൻ തന്നത് 20 സെക്കൻഡാണ്. ഇപ്പൊ വീണ്ടും ചോദ്യം ചോദിച്ചിട്ട് എനിക്ക് ഇത്ര ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയാനുള്ള സമയം വേണം. അത് മാത്രമേ ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ. ഇവിടെ ഡോക്ടർ ലാൽ, ഇവിടെ ഞാൻ പറഞ്ഞു ഷാലിക്കിന് KSU പശ്ചാത്തലം ഉണ്ടായിരുന്നു. KSUവിന്റെ യൂണിറ്റ് ഭാരവാഹി ആയിരുന്നു. സെം ഔട്ടായ ശേഷം KSUവുമായോ സംഘടനയുമായിട്ടോ യാതൊരു തരത്തിലുമുള്ള ബന്ധവുമില്ല. ഇവിടെ നിങ്ങൾ ആദിലിന്റെ പേര് പറയുന്നു. എങ്ങനെയാണ് നിങ്ങൾ ഉറപ്പുവരുത്തിയത്? നിങ്ങൾ എങ്ങനെയാണ് ഷാലിക്ക് ഈ സെം ഔട്ടായ ശേഷം KSUവുമായി ബന്ധമില്ല എന്ന് ഉറപ്പുവരുത്തിയത്? എങ്ങനെയാണ് ആദിൽ പറഞ്ഞു വെക്കുന്നു. സ്വാഭാവികമായിട്ടും തൗഫീഖ്, ഞാൻ ചോദിച്ച ഈ ചോദ്യത്തിന് ഉത്തരം പറയൂ. ഡോക്ടർ ലാൽ, ഇവിടെയാണ് പ്രശ്നം. ഇതല്ല പ്രശ്നം, ഇതാണ് നമ്മൾ ചോദിക്കേണ്ട കാര്യങ്ങൾ. അങ്ങൊന്ന് തിരക്ക്. ഇപ്പൊ ഷാലിക്ക് അവിടെ പഠിക്കുന്നുണ്ടോ? ഇല്ല, ഷാലിക്ക് അവിടെ പഠിക്കുന്നില്ലെങ്കിൽ KSUവുമായി ബന്ധമില്ല എന്ന് നിങ്ങൾ എങ്ങനെ ഉറപ്പിക്കുന്നു? അപ്പൊ ഇല്ല, അതാണ് ഉത്തരം. ഇല്ല. അപ്പൊ KSUവുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. അതിനോടൊപ്പം തന്നെ വളരെ കൃത്യമായി തന്നെ പറയുന്നു ഡോക്ടർ ലാൽ, ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു. അത് ഇന്ന് അറസ്റ്റ് ചെയ്ത ആളുകളായിക്കോട്ടെ, ഇന്നലെ അറസ്റ്റ് ചെയ്ത ആളുകളായിക്കോട്ടെ, ഈ കേസുമായി ബന്ധപ്പെട്ട് നാളെ അറസ്റ്റ് ചെയ്യുന്ന ആരെങ്കിലും ആയിക്കോട്ടെ, SFIയുടെ കൂട്ട് തീവ്രത അളക്കാനോ ജാഗ്രത കുറവുണ്ടായെന്ന് പറയാനോ കരമടച്ച രസീതുമായി ചെന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യത്തിലിറക്കാനോ ഒരു KSU നേതാവും ഉണ്ടാവില്ല. ഇത്തരത്തിൽ ലഹരി കേസിൽ പ്രതിയായ ലഹരി മാഫിയുമായി ബന്ധമുള്ള ആളുകളെ കൃത്യമായ ഭാഷയിൽ തന്നെ തള്ളി പറയും. അവർ സംഘടനയ്ക്കകത്ത് അവർ KSUക്കാരാണെന്ന് അവരും തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇവരൊന്നും ഇപ്പോൾ KSU അല്ല എന്ന് നിങ്ങൾ എന്തുകൊണ്ട് കൃത്യമായി വെളിപ്പെടുത്തുന്നില്ല? ഈ ആദിൽ കേസിൽ പ്രതിയാണോ ഡോക്ടർ ലാൽ? ആദിൽ KSUകാരനാണ്. ആദിൽ കേസിൽ പ്രതിയാണോ ഡോക്ടർ ലാൽ? ആദിൽ ഇതിലുള്ള ബന്ധം എന്താണ്? ആദിൽ എങ്ങനെയാണ് ഈ ചിത്രത്തിലേക്ക് വരുന്നത്? ആദിൽ കേസിൽ പ്രതിയല്ല. കേസിൽ പ്രതിയാണോ ഇല്ലെങ്കിലും കേസിൽ പ്രതിയായ ആളുകൾ KSUക്കാരാണെന്ന് ആദിൽ പറഞ്ഞിട്ടുണ്ട്. താമസിച്ചത് ആരുടെ മുറിയിലാണ്? ആ മുറിയുടെ ഉടമ ആരാണ്? ആ ഉടമകൾ ആരായിരുന്നു അറിയുമ്പോഴാണ്
വളരെ അന്വേഷണം കൃത്യമായി നടക്കുമല്ലോ. ഈ കേസുമായി ഇനി ബന്ധപ്പെട്ടുള്ള ആർക്കൊക്കെ ബന്ധം? എഫ്ഐആറിൽ പറയുന്നുണ്ട് കേസുവിന്റെ സംസ്ഥാന അഭിരാജ് എന്ന് നേതൃത്വത്തിൽ പറയുന്ന ആർക്ക് ബന്ധം? SFI ജില്ലാ യുടെ യൂണിയൻ നേതൃത്വത്തിൽ ജനറൽ ആർക്ക് ബന്ധം? സെക്രട്ടറി ഉപയോഗത്തിനും ഗുണ്ടകളുമായി ആർക്ക് ബന്ധം? വിൽപ്പനയ്ക്കുമായിട്ടാണ് ഇതൊക്കെ ഈ പുറത്തു വരണം. കഞ്ചാവ് അന്വേഷണം സൂക്ഷിച്ചിട്ടുള്ളത് അവസാനിച്ചിട്ടില്ലല്ലോ. എന്ന് വളരെ അന്വേഷണം കൃത്യമായി തന്നെ ഈ അവസാനിച്ചിട്ടില്ല. എഫ്ഐആറിൽ പറയുന്നുണ്ട്. ആരൊക്കെ അത് അറസ്റ്റ് 10 ചെയ്യപ്പെടും? ഗ്രാം ആവട്ടെ, ആരൊക്കെ 9 ഇതിന്റെ ഗ്രാം ആവട്ടെ, പ്രതികളാകും? ഇനിയും അത് ഉണ്ടല്ലോ. വിൽപ്പനയ്ക്ക് അന്വേഷണം വെച്ചോട്ടെ, ഉണ്ടല്ലോ. അത് ഉപയോഗിക്കാൻ ചെറിയ വെച്ചോട്ടെ, കാര്യമാണോ? എന്തുമായിക്കോട്ടെ. കച്ചവടമല്ലേ ഇതാരാണ് പറയുന്നത്? നടത്തിക്കൊണ്ടിരുന്നത് അവിടെ? അത് കഞ്ചാവ് ഞാൻ പറയട്ടെ. കച്ചവടമല്ലേ അവിടെ ഇതാരാണ് നടത്തിക്കൊണ്ടിരുന്നത്? പറയുന്നത്? പിണറായി വിജയന്റെ കിലോ പോലീസാണ് കണക്കിന് വളരെ കഞ്ചാവിന്റെ കൃത്യമായി പറയുന്നത്. കച്ചവടവും ഇവിടെ വിതരണവും അഭിരാജ് എന്ന് നടത്തുകയാണ്. പറയുന്ന ആൾ ഇത് അല്ല ഉപയോഗത്തിനും പിണറായി വിജയൻ പറഞ്ഞാൽ വിൽപ്പനയ്ക്കുമായിട്ടാണ് പിണറായി വിജയൻ ഇത്തരത്തിൽ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ലഹരി വസ്തു അതേ അവിടെ പോലീസും കൊണ്ടുവന്ന് അതേ വെച്ചതെന്ന് എക്സൈസും ഒക്കെയാണ് കൃത്യമായി കേരളത്തിൽ പറയുന്നത്. ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി മനസ്സിലായിക്കോളും. പറയുന്നത് ഡോക്ടർ ഷിജു ആക്ട് ഖാൻ. ചെയ്യുന്നത് അത് ആരാ? പിണറായി കേരളത്തിലെ വിജയന്റെ പോലീസും പോലീസാണ്. എക്സൈസ് അങ്ങയുടെ സംഘടനകളാണ്. ആഭ്യന്തര വകുപ്പാണ്. ആരുടെയെങ്കിലും അങ്ങയുടെ മുഖം പാർട്ടി നോക്കിയോ ഭരിക്കുന്ന അങ്ങയുടെ ഏതെങ്കിലും പാർട്ടിയല്ല സ്ഥാപനം ഭരിക്കുന്നത്. നോക്കിയോ അല്ല റെയ്ഡ്? അങ്ങയുടെ പാർട്ടിയുടെ ഇനിയും മുഖ്യമന്ത്രിയല്ലേ? റെയ്ഡ് അങ്ങയുടെ ആ പാർട്ടിയുടെ റെയ്ഡിന്റെ ആഭ്യന്തരമന്ത്രിയല്ലേ? അടിസ്ഥാനത്തിൽ കഞ്ചാവ് കച്ചവടത്തിന് നേതൃത്വം കൊടുക്കുന്ന നിങ്ങളുടെ ആശിഷ്ടായാലും അതോടൊപ്പം പിന്നെ നിങ്ങളുടെ നേതാക്കന്മാരായാലും നിങ്ങളുടെ പ്രവർത്തകരായാലും ഏത് വിദ്യാർത്ഥിയായാലും അറസ്റ്റ് ചെയ്യപ്പെടും. ഞാൻ ഒരു കാര്യം ഞാൻ ദയവിൽ കേൾക്കൂ. ഞാനൊന്ന് പറയുന്നത് കേൾക്കൂ തൗഫീഖെ. അല്ല തൗഫീഖെ അല്ലല്ല അങ്ങ് തൗഫീഖ് പറഞ്ഞതിന് ശേഷം ഞാൻ പറയാം. തൗഫീഖ് പറഞ്ഞതിന് ശേഷം ഞാൻ പറയാം. കേൾക്കൂ. ഞാൻ വളരെ കൃത്യമായി പറയട്ടെ. ഇവിടെ 9 ഗ്രാം ആവട്ടെ, 10 ഗ്രാം ആവട്ടെ, എന്തെങ്കിലും ആവട്ടെ, അവിടെ 9 ഗ്രാം ആവട്ടെ ഈ അഭിരാജ് ഉപയോഗിച്ചത്, 10 ഗ്രാം ആകട്ടെ, എത്ര ഗ്രാം ആണെങ്കിലും അഭിരാജിന്റെ റൂമിൽ നിന്ന് കണ്ടെത്തിയത് വിൽപ്പനയ്ക്കും ഉപയോഗത്തിനുമാണ്. ഒരു എഫ്ഐആർ ശരിയെന്നും മറിച്ച് മറ്റൊരു എഫ്ഐആർ തെറ്റെന്നും പറയാൻ നിങ്ങൾ തയ്യാറാവണം. ശരിയാണെങ്കിൽ ഒരു കഞ്ചാവ് ജനറൽ സെക്രട്ടറി SFIയുടെ ഒരു നേതാവ് പിടിക്കപ്പെട്ടിട്ട് അവനെ എപ്പോഴാണ് തള്ളി പറഞ്ഞത്? ഡോക്ടർ ഷിജു ഖാൻ എപ്പോഴാണ് തള്ളി പറഞ്ഞത്? ഇന്ന് ഉച്ചയ്ക്ക് SFIയുടെ സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തിയാണ് ഇത്തരത്തിൽ അഭിരാജിനെ പുറത്താക്കി എന്ന് പറഞ്ഞത്. അത് എപ്പോഴായിരുന്നു? SFI കേരളത്തിന്റെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഷിജു ഖാനും അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അങ്ങോട്ട് കൂടി പറഞ്ഞു. ഒറ്റ കാര്യം ഒന്ന് കേൾക്കൂ. ഒറ്റ വാക്ക് കേൾക്കൂ. ഞാൻ പറഞ്ഞത് തൗഫീഖെ, ഇന്ന് നിങ്ങൾ വല്ലാതെ ഡിഫൻസിലാണ്, നിങ്ങൾ വലിയ പ്രതിരോധത്തിലാണ്. എനിക്ക് പറയാൻ അനുവദിക്കണം. ഞാൻ വരാം, ഞാൻ താങ്കൾക്ക് തരാം, സമയം തരാം. അടികൂടിക്കൊണ്ടിരുന്ന കാര്യമില്ല. ദയവായി ഞാൻ പറയുന്നത് കേൾക്കൂ. കേരളത്തിലെ ലഹരി മാഫിയയെ സംരക്ഷിക്കുന്ന അങ്ങനെ പറ്റില്ല. ഷിജു പറഞ്ഞത് പൂർത്തിയാക്കുന്നു. തൗഫീഖിലേക്ക് ഞാൻ വരാം. കിലോ കണക്കിന് കഞ്ചാവ് വിൽക്കാൻ കൊണ്ടുവരുന്നതും അത് വിതരണം നടത്തുന്നതും അതിന്റെ ഭാഗമായി എറണാകുളത്തെ കുപ്രസിദ്ധ ഗുണ്ടകളും ചിത്രങ്ങൾ എടുത്ത് പ്രദർശിപ്പിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യമാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത്? നിങ്ങൾ പറഞ്ഞു വെക്കുന്നതല്ലേ? താങ്കളിലേക്ക് വരാം. തൗഫീഖ്, താങ്കൾ ഈ പറയുന്നത് പ്രേക്ഷകർ കേൾക്കേണ്ടതുണ്ടെങ്കിൽ താങ്കൾ എന്നോട് സഹകരിക്കണം. ദയവായി കേൾക്കൂ. ഇല്ല, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരുന്നാൽ പറ്റില്ല. തൗഫീഖ്, ദയവായി തൗഫീഖ് ഒന്ന് കേൾക്കൂ.